ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലത്തെ ഒരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെന്നെല്ലാം നോക്കാം. അപ്പോൾ പഴംപൊരിക്ക് ആവശ്യമായിട്ട് ഞാൻ എടുക്കുന്നത് 1.5 കപ്പ് മൈദ മാവാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഏലക്കായ് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്താലാണ് നമുക്ക് തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ പഴംപൊരി ആക്കിയെടുക്കാൻ കഴിയും. നല്ല പൊങ്ങി വരണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മാവ് കലക്കിയെടുക്കാം. പിന്നെ ഇതിൽ ഒരു കളർ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഓറഞ്ച് കളറാണ്. ലെമണിൻ്റെ ഓറഞ്ച് കളറാണ് ഇതിൽ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കളറ് മാറും, പഴംപൊരിച്ച ഒരു ചുവന്ന കളറടിക്കും. അതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർത്തിനെങ്കിൽ എന്തായാലും നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കലക്കിയെടുത്തിട്ട് നമുക്കിതൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എന്നാലേ നമുക്ക് നല്ല അടിപൊളി പഴംപൊരിയായിട്ട് കിട്ടുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലത്തെ പഴംപൊരി കിട്ടണമെങ്കിൽ ഇതുപോലെ മാവ് കലക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഇത് പഴം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ പഴം ചെറിയ പഴമായിട്ടാണ് ഞാൻ ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. വലുതാണെങ്കിൽ നമ്മൾക്ക് 2 പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല നേർങ്ങനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ പുറത്തുള്ള പഴംപൊരി പോലെ തന്നെ ആണെങ്കിൽ നമ്മൾ എന്തായാലും മാവ് കുറച്ച് നേരം കലക്കിയിട്ട് വെക്കണം. 1-2 മണിക്കൂറെങ്കിലും കലക്കി വെച്ചാലാണ് നല്ല നമ്മൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ പഴംപൊരി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് പഴയെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തതിനാലാണ് നന്നായിട്ട് പൊങ്ങി വരാൻ. അപ്പോൾ ഇതുപോലെ പഴം പൊരിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് വന്ന പോലെ തന്നെ ആവും. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പുറത്തെ പഴം പൊരിച്ച പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മൾ പഴം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. മാവ് ആദ്യം കലക്കി വെക്കുക. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ പഴം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പഴംപൊരി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നല്ല സോഫ്റ്റും ആണ്. നല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതാ കണ്ട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.